നമുക്ക് റിവേഴ്സ് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞതിലൊന്ന് ഞാൻ റിവേഴ്സ് ഇങ്ങനെ പോവാണേ, ഒന്ന് കറക്കി ഒരു സ്പീഡിലിട്ട് പോവാം. ഇപ്പൊ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞു, ഇതിനു മുമ്പ് പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. എന്തോരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്ന് കേരളത്തെ തകർക്കാൻ വഴക്കുണ്ടാക്കണ്ട. ഞാന് പിണറായി വിജയനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട്. അത് നല്ലത് ചെയ്തപ്പോഴാണ് നല്ലത് പറഞ്ഞത്. കാരണം ഇലക്ട്രിസിറ്റി, ആ ഇലക്ട്രിസിറ്റിയിൽ 1767 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു 2.5 കൊല്ലം കൊണ്ട്. അയാളെ അഭിനന്ദിച്ചു, ബഹുമാനിച്ചു. അത് ഞങ്ങൾ കട്ടു. ലാവലിൻ കള്ളത്തരം, പിന്നെ സ്വർണ്ണ കള്ളക്കടത്ത്, ഇപ്പൊ കേരളത്തിലേക്ക് മോശം തെറി പറയുന്നു. അതിന് അത്ഭുതമല്ലേ നീ? അതുള്ളതാണ്. എന്റെ സംഭവത്തിൽ എന്നെ നീ കാണുന്നത് പറയും, ഞാൻ സത്യം പറയും. ഞാൻ ആദ്യം UDF LDF നിന്ന് 2 മാറി പരീക്ഷിച്ചിട്ടുള്ളൂ പറയാൻ. ഞാനിതിനൊന്നും ഞാൻ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി ഏതെങ്കിലും പാർട്ടി മാറിയ പറയാൻ പറഞ്ഞു ഞാൻ കേട്ടേക്കാം. LDF നിൽക്കുമ്പം VS അച്യുതാനന്ദനെ മന്ത്രിയാക്കാൻ നോക്കിയില്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹമാണ് ഏറ്റവും പരിശ്രമിച്ചത്. ഞാനല്ലേ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ എന്തിന്? അവിടെ പാർട്ടിയിൽ വഴക്ക് ഒഴിവാക്കാൻ. ഒരു പാർട്ടിയിലും വഴക്ക് ഒഴിവാക്കണം, ഉണ്ടാക്കിയിരിക്കരുതെന്ന് നിർബന്ധം എനിക്കുണ്ട്. അത് കഴിഞ്ഞു UDF വന്ന് ഉമ്മൻചാണ്ടി മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിന് കുടുംബത്തിന് അറിയാമല്ലോ. അദ്ദേഹത്തെ മാത്രം രമേശ് ചെന്നിത്തലയെ അറിയാമല്ലോ, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അറിയാമല്ലോ. അവരെല്ലാം കൂടെ വന്ന് മാണിയുടെയും ജോസഫിനെ കാലെ പിടിച്ച് പറഞ്ഞില്ലേ എന്നെ കൂടെ മന്ത്രിയാക്കാൻ. 3 മന്ത്രിസ്ഥാനം നിങ്ങളിട. എന്നോടും പറഞ്ഞു ജോറി മന്ത്രി ആകണം. ഞാൻ മുന്നിൽ സാധ്യമല്ല. കാരണം എന്താണെന്നറിയുമോ? ജോസഫ് ചത്താൻ ഞാൻ മന്ത്രിയാൻ സമ്മതിക്കുക. ജോസഫ് മാണിക്കാർ പിന്നെയും രഹസ്യമായിട്ട് ജോറെ ആയിക്കുമെന്ന് പറയും. പക്ഷേ ജോസഫ് സമ്മതിക്കില്ല. അപ്പം ഞാൻ മന്ത്രി ആകുക എന്ന് പറഞ്ഞാൽ ജോസഫുമായിട്ട് അടിച്ചു പിരിക്കുകയെന്ന്. ഞാൻ പാർട്ടിക്കകത്ത് വഴക്കുണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞു. സ്വയം ത്യാഗം ചെയ്യല്ലാതെ ഒരു കാരണവശാലും ഒരു സ്ഥാനത്തിന് വേണ്ടി ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല. ഇനി അതുണ്ടാകുകയില്ല. ഇപ്പോൾ BJP വന്ന് ഏതെങ്കിലും സ്ഥാനം ചോദിച്ചോളും ദേശീയ നേതാക്കന്മാരോട്. അവരെ ഏത് സ്ഥാനം തരാമെന്ന് അവർ ചർച്ചയ്ക്ക് അവർ തയ്യാറല്ലെന്ന്. 7 പ്രാവശ്യം MLA ആയ ഒരാള്, സീനിയർ കേരള കോൺഗ്രസിന്റെ നേതാവ്, താങ്കൾക്കൊരു സ്ഥാനം തരില്ല എന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാൻ മണ്ടന്മാരൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചില്ലല്ലോ. തരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ചോദിക്കാത്തത്. അതല്ലെന്ന് വേണം ചോദിക്കാൻ പാടില്ല. ഇന്നത് വേണം ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യം, അത് ആദ്യമേ ചർച്ചകൾ തന്നെ അവിടുന്ന് ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഒരു കമന്റ് വന്നത് പറഞ്ഞു, സോറി ഞാനതിന് വന്നതല്ലെന്ന് പറഞ്ഞു. പച്ചയ്ക്ക് പറഞ്ഞു. അല്ല, ഈ പറഞ്ഞത് ഒരു കാര്യം പറയാം. ഇപ്പൊ പറഞ്ഞല്ലോ, എനിക്ക് അപ്പോൾ തോന്നുന്നത് ഞാൻ പറയും, അത് ആരാണെങ്കിലും പറയും. അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ പിണറായി വിജയന്റെ ഉദാഹരണം പറഞ്ഞു. മോദിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അന്ന് മോദി ചെയ്തതൊക്കെ തെറ്റായിട്ട് തന്നെ അന്ന് വിലയിരുത്തിയോ? അന്ന് വിലയിരുത്തത് തെറ്റായിട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മനസ്സിലായി? അതിന്ന് മോദി മാറി. മാറിയെന്ന് മാത്രമല്ല, മോദി എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി ഹൈദരലി ഒന്ന് ആലോചിച്ച് എന്താ ഇത്? ഞാൻ ആദ്യം ഇങ്ങനെ ചുമ്മാ ഒരു ഇപ്പം അടക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതിനാണ് ഞാൻ കണ്ടത്. പക്ഷേ അതേ ഇപ്പം എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു? നിങ്ങൾ ആരും ലോക ജനതയുടെ മുമ്പിൽ ഒന്നാമത്തെ രാഷ്ട്രീയ നേതാവായിട്ട് ജനം 7 ചാനലോ 7 പത്രങ്ങളും കൂടി നടത്തിയ വലിയ കാലപ്പൊളി സർവേ പോലും 1ാം സ്ഥാനം ലോകരാഷ്ട്രങ്ങളിൽ മോദിജിക്കാണ്. ആ മനുഷ്യൻ മോശം എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? അത് തന്നെയാണോ? പട്ടിണിയില്ലാത്ത നാടാക്കി മാറ്റിക്കൊണ്ടിരിക്കില്ലേ ഇന്ത്യ മഹാരാജ്യത്തെ? ഇന്ന് എവിടെ പോയി നിൽക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥയെ മുഴുവൻ മാറ്റിമറിച്ചില്ല അദ്ദേഹം രാമക്ഷേത്രം പണിന്നുള്ള കുറ്റം. എന്ത് ന്യായമുണ്ട്? പറയുന്നൊരു ന്യായം വേണ്ടേ? ബാബരി മസ്ജിദ് തകർത്തു. ആരാ തകർത്തേ? ബാബർ എന്തിനാ അവിടെ അമ്പലത്തിനകത്ത് കെട്ടി പള്ളിയാക്കിയത്? എന്ത് ചരിത്രമാണ് DC പറയുന്നത്? ചരിത്രം സത്യമായിട്ട് പറയണ്ടേ? സുപ്രീം കോടതി പറഞ്ഞത് ഞാൻ ഈ പറയുന്നത്. അല്ല, ഞാൻ വേറെ ആരും പറഞ്ഞത് ഞാൻ പറയാറ്. അതില് ഈ സുപ്രീം കോടതി പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞു. മോദി പറയുന്ന അഭിപ്രായം ഒന്ന് ആലോചിക്കണം. അവിടെ ക്ഷേത്രം പണിത് അത് അവിടെ അന്തസ്സായി. അതോടൊപ്പം അവിടെ മോസ്ക് പണിയാണ് നടപടി സ്വീകരിച്ചിരിക്കുക. അതല്ലാതെ അദ്ദേഹത്തിന് മതേതര സ്വഭാവത്തിനൊരു തെളിവില്ലേ അത് അവിടെ മോസ്ക് പണിയാൻ? അവിടെ ചില മുസ്ലിം തീവ്രവാദികൾ, അത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദികളുണ്ട്. അവരല്ലാത്ത മുസ്ലിം സമൂഹവും മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മതേതരത്വത്തിൻ്റെ മഹത്വം അദ്ദേഹം കാണിച്ചു കൊടുക്കുകയല്ലേ? അതിനെപ്പറ്റി അവിടെ പള്ളി പണി അനുവദിക്കണോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം കോടതിയെയും നിയമ സംവിധാനത്തെയും ബഹുമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടെന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം എന്ന് എൻ്റെ അഭിപ്രായം. അതാണ് അഭിപ്രായം. ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും എതിർത്തും പല കാര്യങ്ങൾ വിമർശിച്ചു നിൽക്കുന്ന ഒരാളാണ് DC ജോർജ്. ഒരു മാറ്റമില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പല കാര്യങ്ങളും എതിർക്കുന്നുണ്ട്. എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വീഴ്ച പറ്റിയിട്ടില്ല. അത് ഇതിൽ അറിയണ്ട. എനിക്ക് വീഴ്ചയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ
ഞാൻ മുന്നോട്ട് പോകുന്നു എൻ്റെ പ്രവർത്തനം. ആ പൊതുപ്രവർത്തനത്തിനകത്ത് ഞാൻ ആരുടെയെങ്കിലും ഏതെങ്കിലും സ്ഥാനം മേടിക്കാനോ ഏതെങ്കിലും സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആ എടുക്കുന്ന തീരുമാനം എൻ്റെ മനസ്സാക്ഷി ശരി എന്നതിന് കണ്ടുകൊണ്ട് മാത്രം അതിനെടുത്ത് പോയി. എന്നെ എത്രയോ ഉപദ്രവിച്ചിട്ടുണ്ട് പല ഭരണാധികാരികളും. ഞാൻ ഉപദ്രവിച്ചു? ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ദൈവം കൊടുത്തോളും. പക്ഷെ അതാ അവസ്ഥയാണ്. ഞാൻ ഒരുത്തൻ്റെ മുഖത്ത് നോക്കി പ്രാഗിയാലാവും പോക്കാം, യാതൊരു സംശയം വേണ്ട. കാരണം എൻ്റെ മനസ്സ് അത്ര ശുദ്ധമാണ്. അങ്ങനെ പ്രാകാരമുണ്ടല്ലേ? പ്രാകാറുണ്ട്. ചില ആളുകളെ പ്രാഗിയിട്ടുണ്ട്, അവിടെ പറഞ്ഞു. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ജനത്തിനെല്ലാം അറിയാം. അത് ചാനൽ ചർച്ച പറയുന്നത് ശരിയില്ലല്ലോ. അല്ല, അത് ആരാണെന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല, അറിയാം. അറിയാനുണ്ടല്ലേ. എങ്കിലും അറിയാത്തവർക്ക് അറിയുന്നത് നല്ലതല്ലേ. വേണ്ട, പ്രാക്ക് പലിക്കുന്ന ആ APമാരെ പറ്റി ഇനി ജനം അറിയണ്ട. അതുകൊണ്ട് അത്രയ്ക്ക് മോശമാണ്. അത്ര മോശം അല്ലെ? അത്രയ്ക്ക് മോശമുള്ളവരാണ്. പണ്ട് പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങി അല്ല, നമ്മുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ പുറകിലായിരുന്നു BJP നടന്നതെന്നാണ് പറഞ്ഞിരുന്നത്. BJPയിലേക്ക് വരൂ എന്ന് പറഞ്ഞു ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ്. എന്ന് ഒരു വാർത്താ സമ്മേളനത്തിൽ PC പറഞ്ഞല്ലോ. എത്ര കൊല്ലം മുമ്പ്? ഈ മോദി സർക്കാരിന്റെ സമയത്ത്, കഴിഞ്ഞ തവണ 10 കൊല്ലമായി മോദി സർക്കാർ BJPയിൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ BJP വിളിച്ചു പറയാം. 2013 നമ്മുടെ ഈ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഈ പ്രതിമ സ്ഥാപനമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള BJP സംഘടിപ്പിച്ച പ്രോഗ്രാം ഉദ്ഘാടനം കോട്ടയത്ത് ചെയ്യാനായിരുന്നു. അന്ന് ഈ ബനിയൻ വിൽക്കുന്നുണ്ട്, സൗജന്യമായിട്ട് അവർ കൊടുത്ത്. ഞാനത് റിലീസ് ചെയ്ത് ബനിയൻ. അത് മോദിയുടെ പടമായിരുന്നു. അന്ന് വലിയ വാർത്തയായിരുന്നു. ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ പറയുകയും ചെയ്തല്ലോ. അന്ന് തൊട്ടൊരു ചായ ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് മോദിയുടെ പ്രവർത്തനം നല്ലതായി എന്ന് തോന്നിയ നിമിഷം മുതൽ അദ്ദേഹത്തോട് ബഹുമാനം. അത് കുറെ ആയില്ലേ ഇപ്പൊ തോന്നിയിട്ട്? ഒരു കുറച്ചു കാലമായി. കഴിഞ്ഞ ഇലക്ഷന് BJPക്ക് ഒന്ന് പിന്താങ്ങാമായിരുന്നു എന്ന് തോന്നിയോ? ഞാൻ അതും തോന്നില്ല. എനിക്ക് അവർ പിന്താങ്ങിയില്ലാത്തതുകൊണ്ട് എനിക്ക് നട്ടമൊന്നും വന്നില്ലല്ലോ. അവർ പിന്താങ്ങിയാൽ അവർക്ക് BJPയുടെ സ്ഥാനാർത്ഥി കിട്ടിയ 3000 താഴെ വോട്ടാ. ഇനിയിപ്പം പിന്താങ്ങിയാലും കുഴപ്പമൊന്നും. അത്ര വോട്ടുള്ളൂ BJPക്ക്? അല്ല, BJPയുടെ ആത്മാനുഭാവമുള്ള എനിക്ക് വോട്ട് ചെയ്യുന്ന ഉറപ്പല്ലേ, സംശയമില്ല. അതുകൊണ്ടാണ് ആ സ്ഥാനാർത്ഥിക്ക് 3000 വോട്ട് എന്ന് പറയുന്നത് അല്ലേ? പത്തനംതിട്ടയിലാണോ ലക്ഷ്യം? എനിക്കോ അങ്ങനെ ലക്ഷ്യമേ ഇല്ല. പത്തനംതിട്ടയിൽ നിൽക്കാൻ പാർട്ടി പറഞ്ഞാൽ നിൽക്കും, വിജയിക്കും എന്ന് ഉറപ്പ് 100% വിജയിക്കും. എന്താ സംശയം? അതെങ്ങനെയാണ് PC വോട്ട് കൂട്ടി നോക്കുമ്പോൾ എങ്ങനെയാണ് PC അവിടെ ജയിക്കാൻ സാധ്യത? ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ 68,000 വോട്ടിന് താഴെയാണ് തോറ്റ സുരേന്ദ്രൻ. 68,000 ഇവിടെ കിട്ടിയോ? ഇടയ്ക്ക് CPM ഉണ്ട്, അത് വേറെ കാര്യം. ഇടയ്ക്ക് CPM ഉള്ള CPMന് കിട്ടാവുന്ന മാക്സിമം വോട്ടാന്ന് കിട്ടി. ഇനി CPM കുറേയല്ല കൂടുതലാണ്. അപ്പോൾ ഈ 68,000-ൽ നിന്ന് ഒരു 35,000 വോട്ട് ഇങ്ങോട്ട് വിളിച്ചാൽ സുരേന്ദ്രന് പോയായിരുന്നെങ്കിൽ സുരേന്ദ്രൻ MP ആയിരുന്നു. അത് ഞാനാണെങ്കിൽ 1 ലക്ഷം വോട്ട് ഞാൻ തിരിച്ചോളാം, പേടിക്കണ്ട, ധൈര്യമായിട്ട്. അത്ര ഉറപ്പാണ്? ഒരു സംശയം എന്താ, എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇലക്ഷന് നിർത്തി പരാജയപ്പെട്ടു, ഗവർണർ ആകാൻ വല്ല താല്പര്യമുണ്ടോ? എനിക്ക് പറ്റിയല്ല. അതെന്നാന്ന് വെച്ചാൽ ഗവർണറായി എനിക്ക് പറ്റിയല്ല പറയാൻ. ചുമ്മാ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയ ബ്രഹ്മാണ്ഡമായി കെട്ടിടം ഒറ്റ ചുമ്മാ വായും പിടിച്ച് കുത്തിയിരിക്കുക. എന്നെ കൊണ്ട് പറ്റിയല്ല, ഒരിക്കലും സാധ്യമല്ല. ഒരു കാര്യമില്ല. എന്ത് ഗവർണർ സ്ഥാനം എന്ന് പറയുന്നത് ഒരു ഭരണഘടനാപരമായതുകൊണ്ട് ഇരുന്നോട്ടെ എന്നുള്ളൂ, ഇല്ല വേണ്ടെന്ന് പറയണമെന്നുള്ള പ്രകാരം. അതല്ലേ, ഓരോ സ്റ്റേറ്റ്, UP ഒരു വലിയ സ്റ്റേറ്റില്ലേ, അവിടെ ഇപ്പം എല്ലാം പ്രസിഡന്റ് നോക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പം ഒരു സംവിധാനം എന്തെങ്കിലും ഗവർണർ പോട്ടെന്നേ അതേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അത് മാറ്റാൻ പോയി അതിൽ കൂടുതൽ പ്രശ്നമാകും. ഗുണമില്ല, ആവശ്യമില്ലെന്ന് എൻ്റെ പ്രാധാന്യം. ഗവർണർ എന്ന് പറയുന്ന ഒരു അത്യാവശ്യമുള്ള കക്ഷി, ഒരു വസ്തുവല്ല എന്ന് വിചാരിച്ച് കേരളത്തിലെ പോലെ ഒരു ഗവർണറെ അപമാനിക്കുന്നതും ശരിയല്ല, അദ്ദേഹം ചെയ്യുന്നതും ശരിയല്ല. അദ്ദേഹം ചെയ്യുന്നത് ശരിയാകുന്നത് എവിടെയാണ്? അദ്ദേഹം ഒരു ഗവർണർ തെരുവിൽ ഇറങ്ങി കസേര ഇട്ടിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഒരു ഗവർണർക്ക് അതും ചെയ്യാൻ കഴിയും. PC ജോർജിന് ചീമട്ട എറിഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലേ? അത് PC ജോർജ് വണ്ടി പോകുമ്പോ ചീമട്ട തൊഴിൽ എറിഞ്ഞിട്ടുണ്ട്. PC ജോർജ് നാട് റോട്ടിൽ ഇറങ്ങിയോ? ഇറങ്ങി, മാറി നിന്നിട്ട് ഇറങ്ങി. അത് ചീമട്ട എറിഞ്ഞപ്പോഴാണ്, ഗ്ലാസി വന്ന് വീണപ്പോഴാണ് PC ജോർജ് ഇറങ്ങി. ഇത് എവിടെയോ നിന്ന് കരികോടി കാണിച്ചു അവിടെ. അല്ലല്ല, ഈ ഗവർണറുടെ കാറിട്ടൊക്കെ അടിക്കാന്ന് പറഞ്ഞാൽ മര്യാദയല്ലേ നീ? അത് അതിൽ മനസ്സിലാക്കണം. പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശത്തെ അടിസ്ഥാനത്തിൽ ഒരു പറ്റും കുട്ടിക്കുരങ്ങന്മാർ ചെയ്യുന്നതാണ്. അതിന് ഇതെല്ലാം മരുന്നില്ല, അതുകൊണ്ട് അതിനെ അനുകൂലിക്കുക. അല്ലെ ഗവർണർ റോഡ് ഇറങ്ങിയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ അങ്ങനെ ഇറങ്ങിയിരുന്നപ്പോൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. അവർക്ക് അകത്ത് പോയി, അവർക്ക് അകത്ത് പോകേണ്ടി വന്നു. ഗവർണർക്കുള്ള പ്രത്യേക അധികാരമുണ്ട്. ആ അധികാരപ്രകാരമുള്ള സെക്ഷൻ 24 അനുസരിച്ച് കേസെടുത്തു. ജാമ്യം കിട്ടിയില്ല. മര്യാദ പിടിച്ചു. ഒരു പെണ്ണ് കിടന്ന് കരയുന്നില്ല, അയ്യോ എന്നും പറഞ്ഞ് വീട്ടിൽ പോലും പറയാതെ വന്ന് ഈ സഹാക്കന്മാരുടെ കുളത്തരത്തിന് കൂടി കൊടുത്തതാണ്.
കരഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ? അപ്പം ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് ഈ ജനങ്ങൾ അറിയണമെങ്കിൽ ഇതിന് നടപടി വേണം. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ RSS പ്രവർത്തകനാണ്, അയാളങ്ങനെ കൂടുന്നവനല്ല. അതാണ് അതിൻ്റെ സംഭവം. സ്വഭാവ വ്യത്യാസമല്ലേ. എത്രയോ പാർട്ടിയിൽ മാറി മാറി പോയതാണല്ലോ. അല്ലല്ല, അയാൾ ഇപ്പോഴും RSS. അല്ല, പാർട്ടികൾ മാറി മാറി വന്നിട്ട് RSS കാരനാണ്. അല്ല, ആദ്യമേ അയാൾ RSSന്റെ ചെറുപ്പം പോലുള്ള RSS കാരനാണ് അയാൾ. പിന്നെ RJD അതിങ്ങനെ പാർട്ടിയിലേക്ക് നിന്നിരുന്നു. പക്ഷേ അവസാനം അയാൾ മന്ത്രിയായി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വന്നിട്ടുള്ളത് പക്ക RSS കാരൻ തന്നെയാണ്. അതെ, പക്ക RSS. ആ RSSന്റെ ഗുണമൊക്കെ ഇവിടെ കാണിക്കും. അതെ, MP എന്ന് അല്ല ഇദ്ദേഹം അങ്ങനെ പേടിച്ചോടുകയെന്ന് ഞാൻ അർത്ഥം. ഏത് പേടിച്ചോടില്ല? ഓടില്ല. അതാണ് പറഞ്ഞത്. RSSന്റെ കഴിവ് ഇവിടെ കാണിക്കും. ഒരു ഉദാഹരണം, ഈ RSS ഇതുപോലെ പ്രവർത്തിക്കുക. കേരളത്തിൻ്റെ ചരിത്രം ഒന്ന് ചോദിക്കുക. ഈ സഹാക്കന്മാരുടെ അവിടെ എത്ര വലുതാണ്. ആ ചന്ദ്രശേഖരനെ 52 വെട്ട് കിട്ടിയത് പോട്ടെ, നമുക്കെല്ലാവർക്കും അറിയാം. രമ എത്ര പ്രാവശ്യം കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. 200ഓളം RSS പ്രവർത്തകരെ ഈ പിണറായിയുടെ ഗുണ്ടകൾ വെട്ടിക്കൊന്നിട്ടുണ്ട്, അറിയുമോ? 200ഓളം RSS പ്രവർത്തകരെ. തീർന്നില്ല. പിണറായിയുടെ ഏറ്റവും പിന്തുണ കൊടുക്കുന്ന പോപ്പുലർ ഫ്രണ്ട് SDP, അവന്മാരുടെ ഗുണ്ടായുസം കൊണ്ട് 26 RSSകാർ മരിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഒന്ന് ആലോചിച്ച്. എന്നിട്ട് RSSനെ തകർക്കാൻ പറ്റുമോ? RSS ഇപ്പോൾ ശക്തമായിട്ട് പോവില്ലേ? കഴിഞ്ഞ ദിവസമല്ലേ 15 പോപ്പുലർ ഫ്രണ്ടുകാരോട് ഒരുമിച്ച് തൂക്കാൻ മരിച്ചത്. ഒരു പാവപ്പെട്ട നല്ലവനായ നാട്ടിലെ ജനകീയനായ ഒരു RSS നേതാവിനെയാണ് ഉമ്മാൻ വെട്ടിക്കുന്നത്. ഒരു ആ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും അമ്മയുടെ മുന്നേ വെച്ച്. നികൃഷ്ടന്മാരാണെന്ന് ഇവന്മാർ. ഒരു സംശയം, പിണറായി നികൃഷ്ടനാണ്.